അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന് പറയുമ്പം വാറണ്ടി ആൻഡ് ഗാരണ്ടി ടേംസ് ആണ്. സോളാർ പാനൽസ്, സോളാർ ഇൻവേർട്ടേഴ്സ്, പിന്നെ ബാലൻസ് ഓഫ് സിസ്റ്റം, നമ്മുടെ ജംഗ്ഷൻ ബോക്സസ്, കൺസ്യൂമബിൾസ്, SPDs, MCB, ഐസൊലേറ്റർ, മീറ്റർ, സോളാർ മീറ്റർ, നെറ്റ് മീറ്റർ, അതുപോലെ കേബിൾസ്, എർത്തിങ് സിസ്റ്റം, ലൈറ്റ്നിങ് അറസ്റ്റർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാറണ്ടി ആൻഡ് ഗാരണ്ടി ടേംസ് ആണ്. ഇതൊരു വളരെ ഹോട്ട് ടോപ്പിക്കാണ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമാണ്. ബിക്കോസ് ലക്ഷങ്ങളോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് എങ്ങനെ നമുക്കൊരു മനസ്സമാധാനമായിട്ടുള്ള വാറണ്ടി ടേംസിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നത് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സോളാർ പാനൽസിനാണ്. സോളാർ മോഡ്യൂൾസിൻ്റെ വാറണ്ടി മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിൽ 2 വാറണ്ടി വരുന്നുണ്ട്, പ്രോഡക്റ്റ് വാറണ്ടി ആസ് വെൽ ആസ് പെർഫോമൻസ് വാറണ്ടി. പ്രോഡക്റ്റ് വാറണ്ടിയാണ് നമ്മൾ ഗ്വാറണ്ടി എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ പാനൽസിനും 12 years പ്രോഡക്റ്റ് വാറണ്ടി വരുന്നുണ്ട്. ആക്സിടെക്കിന് 15 years വരുന്നുണ്ട്. ചില പ്രീമിയം ബ്രാൻഡ്സ് REC സൺപവറിന് 20-25 years വരുന്നുണ്ട്. പെർഫോമൻസ് വാറണ്ടി മിക്കവാറും പാനൽസിന് 25 years വരുന്നുണ്ട്, ചില പാനൽസിന് 27 years വരുന്നുണ്ട്. ഇൻവേർട്ടേഴ്സിൻ്റെ വാറണ്ടി ടേം എന്ന് പറയുന്നത് അറൗണ്ട് സ്റ്റാർട്ടിങ് ഫ്രം 5 years. ചില ഇൻവേർട്ടേഴ്സിന് 7 years വരുന്നുണ്ട്, ചിലതിന് 8 years വരുന്നുണ്ട്, ചിലതിന് 10 years വരുന്നുണ്ട്. ചില ബ്രാൻഡ്സിന് 12-25 years നമ്മൾ എക്സ്റ്റൻഷൻ വാറണ്ടി എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ ഇൻവേർട്ടേഴ്സ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കോമ്പോണൻ്റ് ആണ്. സോളാർ പാനൽസും ബാക്കിയുള്ള സിസ്റ്റവും നമുക്ക് സോളാർ പാനൽസിൽ പെട്ടെന്നൊരു വാറണ്ടി ക്ലെയിം വരുന്നില്ല. പക്ഷേ ഇൻവേർട്ടേഴ്സിൽ നമുക്ക് എന്തെങ്കിലും സർജോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഡീറേറ്റിങ്ങും വരുവാണെങ്കിൽ ഇൻവേർട്ടർ ഡാമേജ് ആവുന്നുണ്ട്. അതുപോലെ ഇൻവേർട്ടറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടേംസ് എന്ന് പറയുമ്പം വാറണ്ടി എന്തൊക്കെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പം സ്പെയർ മാനേജ്മെൻറ്റ് ഉണ്ട്, അതായത് സ്പെയർ റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ സ്പെയർസ് ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്, ഏതൊക്കെ സ്പെയർസ് ആണ് പെയ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. സോ ആ ടേംസ് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ കമ്പനിക്കും അതിൻ്റെതായിട്ട് വാറണ്ടി ടേംസ് ഉണ്ട്. അപ്പം ആരാണോ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് ആ ഇൻസ്റ്റലേഷൻ ടീമിൻ്റെ അടുത്ത് ഉപഭോക്താവ് ഇത് ശ്രദ്ധിച്ച് ചോദിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വാറണ്ടി എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ മാർക്കറ്റിൽ നമുക്ക് എൻഫേസ് മൈക്രോ ഇൻവേർട്ടേഴ്സ് നമ്മൾ അറിയാൻ പറ്റുന്നത്. ഇൻ കേസ് അവരുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്കത് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ അതിനെ കൊണ്ടുപോയിട്ട് ഒന്നും സർവീസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്, സോളിസ്, ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ വാറണ്ടി കിട്ടുന്നുണ്ട്, ഇമീഡിയറ്റ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൗൺ ടൈമാണ്. അപ്പം എത്ര ചുരുങ്ങിയ സമയത്താണ് നമുക്ക് ഈ വാറണ്ടി റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടുന്നതെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു പോയിന്റ്, നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ SPDs, സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ്, കൺസ്യൂമബിൾസ്, ഫ്യൂസസ്. ഇതിനൊക്കെ മിക്കവാറും എല്ലാവരും വച്ചേക്കുന്ന വാറണ്ടി ടേംസ് എന്ന് പറയുന്നത് 1 to 2 years ആണ്. ചില ബ്രാൻഡ്സിൽ വാറണ്ടി ഇല്ല. ഓക്കെ, കൺസ്യൂമബിൾസിന് വാറണ്ടി ഇല്ല. ഓക്കെ, ബിക്കോസ് അത് സർജ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അടിച്ചു പോകും SPD. അപ്പോൾ അതിന് വാറണ്ടി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കേബിൾസ്, DC കേബിൾസ്, ഇപ്പം ഒത്തിരി കസ്റ്റമേഴ്സ് തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പോൾ DC കേബിളിൻ്റെ പുറത്ത് ഒരു ആർമർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ തിക്നെസ് കൂടി കഴിഞ്ഞാൽ അത് ബെസ്റ്റ് കേബിൾ എന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഒരിക്കലും അല്ല. ശരിക്കും നമ്മൾ വയറാണ് നോക്കേണ്ടത്, എത്ര നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുപോലെ കനം കൂടിയ കേബിൾ എന്ന് പറയുമ്പം അത് ബെസ്റ്റ് കേബിൾ ആവത്തില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ചെറിയൊരു ഉദാഹരണം തരാം. നമ്മൾ KEA എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ്സ് ഉണ്ട്. അവരുടെ കേബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കനം കുറഞ്ഞ കേബിളാണ്. ഹാവൽസിൻ്റെ കേബിൾ ഏറ്റവും കനം കൂടിയ കേബിളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ KEA ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് കേബിൾ. പക്ഷേ അത് കാണുമ്പം അത്രയും കനം കാണത്തില്ല.